ഹലോ സാഹസം സിനിമ കണ്ടു. അൽമേലും ചിത്രമായ 21 grams ഒക്കെ ഡയറക്റ്റ് ചെയ്ത ബിപിൻ കൃഷ്ണയാണ് സിനിമയുടെ ഡയറക്ടർ. ആ സിനിമ വന്നിട്ട് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടൊരു സിനിമയാണ്. അതൊരു കിടിലൻ ത്രില്ലറായിരുന്നു. ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഈ സിനിമയുടെ അഡ്വഞ്ചർ കോമഡി ഡ്രാമ എന്ന് പറയും. സിനിമയുടെ കാസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ റംസാൻ വരുന്നുണ്ട്, ബാബു ആൻ്റണി വരുന്നുണ്ട്, പിന്നെ നരേൻ വരുന്നുണ്ട്, പിന്നെ ഗൗരി കൃഷ്ണ വരുന്നുണ്ട്, പിന്നെ ജീവ ജോസഫ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറയാനാണെങ്കിൽ 1 മിനിറ്റ് തന്നെ കാസ്റ്റിങ്ങിനെ കുറിച്ച് തന്നെ പറയാനുണ്ട്. അങ്ങനെ എങ്ങനെ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? സത്യം പറയാൻ എനിക്ക് ഈ സിനിമ ഒട്ടും തന്നെ വർക്കായില്ല. അതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് എനിക്ക് ഒന്നും ഈ സിനിമയിൽ വർക്കായില്ല. ഒരു അഡ്വഞ്ചർ കോമഡി എന്ന രീതിയിൽ വന്ന ഈ സിനിമ വിരലെണ്ണാവുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ കോമഡി വർക്കൗട്ട് ആയുള്ളൂ. വൈകിട്ട് 6:30-ക്കുള്ള ഷോയ്ക്കാണ് പോയത്. രാവിലെ ഇതിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷം FBയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു. ആവേശം ലെവൽ സിനിമ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ പടം കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഇതിനെക്കുറിച്ച് എന്തൊരു പോസിറ്റീവാണ് പറയണത്. അങ്ങനെ എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് പോസിറ്റീവ് ഘടകങ്ങളോ വലിയ ഫാക്ടറോ വലിയ ഇമ്പാക്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല തന്നെ എൻ്റെ ഈ സിനിമയിൽ. ആകെ മൊത്തത്തിൽ ഈ സാഹസം എന്ന ഈ സിനിമ എനിക്കൊരു നിരാശയാണ് സമ്മാനിച്ചത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും. അപ്പോൾ അടുത്തൊരു സിനിമ റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.